The Real FM 103.6. ശ്രദ്ധ. നമ്മുടെ പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കൊടിതോരണങ്ങളും പരസ്യ ബോർഡുകളും നിറഞ്ഞിരിക്കുന്നത് കാണാം. എന്നാൽ ആവശ്യം കഴിഞ്ഞാൽ പോലും മഴയും വെയിലും കൊണ്ട് അതങ്ങനെ മാസങ്ങളോളം കിടക്കും. ഇതൊക്കെ വെക്കാൻ കൃത്യമായ ചട്ടം നിലനിൽക്കെ തന്നെ പലരും അനധികൃതമായാണ് ഇതൊക്കെ സ്ഥാപിക്കുന്നത്. കേരള ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ പലപ്പോഴും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം ബോർഡുകൾ എടുത്തുമാറ്റാൻ 10 ദിവസത്തെ സമയപരിധിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ 4-ാം തീയതി കോടതി നൽകിയിരുന്നത്. നാളെയാണ് ആ 10ാം നാൾ എന്നിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ. കേരളത്തിന്റെ പൊതു ഇടങ്ങളിൽ, പാതയോരങ്ങളുടെ സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കൈവരികളിൽ, ഇലക്ട്രിക് പോസ്റ്റുകളിൽ, ടെലിഫോൺ പോസ്റ്റുകളിൽ എന്നുവേണ്ട നമ്മുടെ നഗരങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തെയും അതിന്റെ സ്വാഭാവിക കാഴ്ചയെയും പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിലും അപകടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലും സാധാരണക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലും നഗരത്തെ തന്നെ വികൃതമാക്കുന്ന തരത്തിലും അനധികൃതമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ, കൊടികൾ, തോരണങ്ങൾ തുടങ്ങിയവയെല്ലാം അനധികൃതമാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് മുഴുവനും സമയബന്ധിതമായി നീക്കം ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരത്തെ ഉത്തരവിടുകയും പല ഘട്ടങ്ങളിലും അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമം ലംഘിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോഴും കൊടിതോരണങ്ങൾ കെട്ടുകയും പോസ്റ്ററുകൾ പതിക്കുകയും ഫ്ലക്സ് ബോർഡുകളും തുണി കൊണ്ടുള്ള ബോർഡുകളും പരസ്യ ബോർഡുകളും ഒക്കെ വെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് അറിയിപ്പ് ആളുകൾക്ക് നൽകാനും ഇഷ്ടം പോലെ പാതയോരങ്ങളിൽ ബോർഡ് വെക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനെ ഗൗരവമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടിട്ടുള്ളത്. 10 ദിവസത്തെ സമയമാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഈ 10 ദിവസം തീരാൻ ഇനി 3 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. ഏതെങ്കിലും അനധികൃതമായ ബോർഡുകൾ, കൊടികൾ, തോരണങ്ങൾ, അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരസ്യ പോസ്റ്ററുകൾ ഇവ പൊതുസ്ഥലത്ത് കാണുകയാണെങ്കിൽ അത് സെക്രട്ടറി നീക്കം ചെയ്യുകയും 5000 രൂപ അത് വെച്ച ആളുകളിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്യണം. അതുകൂടാതെ കേരള പോലീസ് ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ശിക്ഷാ നടപടികൾ 1 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമുള്ള ശിക്ഷയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതെല്ലാം ഹൈക്കോടതി സെക്രട്ടറിമാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ പോലീസ് സംരക്ഷണം ചോദിക്കാവുന്നതാണ്. ഏതായാലും ഈ കാലാവധി തീർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഏത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ലിമിറ്റിലാണോ അനധികൃതമായി പരസ്യ ബോർഡുകളും കൊടിതോരണങ്ങളും കെട്ടിയിട്ടുള്ളത് അവ ഒന്നിന് 5000 രൂപ വീതം സെക്രട്ടറിമാരിൽ നിന്ന് ഈടാക്കും എന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വം സെക്രട്ടറിമാർക്കാണ്. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഈ കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ആണ് ഏറ്റവും കൂടുതൽ ഈ ഉത്തരവ് ലംഘിക്കുന്നത്. അവരുടെ കൊടികൾ, തോരണങ്ങൾ, ബോർഡുകളൊക്കെ നീക്കം ചെയ്യാൻ പോയാൽ അതിന് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കാലാവധി അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അനധികൃതമായി ബോർഡുകളോ കൊടികളോ തോരണങ്ങളോ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്താൽ ബന്ധപ്പെട്ട സെക്രട്ടറിമാർക്ക് എതിരെ നടപടിയെടുക്കും എന്ന കാര്യം കർശനമായി ഓർമ്മിപ്പിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. ഒരു പൊതുസ്ഥലത്ത് പരസ്യ ബോർഡ് സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെ? പത്തനംതിട്ട മൈലപ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NR ശിവദാസ്. 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 209C കേരള മുനിസിപ്പൽ ആക്ടിലെ സെക്ഷൻ 275 അനുസരിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഇത് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകേണ്ടത്. അങ്ങനെ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവുകളും സർക്കുലറുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023 മാർച്ച് മാസത്തിൽ ഇറക്കിയ ഒരു ഉത്തരവിലാണ് ഇത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത്, പൊതുജനങ്ങൾക്ക് ഇങ്ങനൊരു അനധികൃത പരസ്യ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരാതിപ്പെടാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ജില്ലാ ചീഫ് മിഷനിലും ഓരോ പരാതി സെൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ലൈസൻസിന് അപേക്ഷിക്കുന്ന ആൾക്കാർ പരമാവധി 1 വർഷത്തേക്ക് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ലൈസൻസ് നൽകാവുന്നതാണ്. അപ്പൊ അങ്ങനെ അപേക്ഷിക്കുമ്പോൾ ആദ്യത് ഈ ഹോർഡിംഗ് സ്ഥാപിക്കുന്നത് മൂലം പൊതുജനങ്ങൾക്ക് ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ
അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ അതിന് ഏതെങ്കിലും നഷ്ടപരിഹാരം നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ബാധ്യതയും ഏറ്റെടുത്തു കൊള്ളാമെന്ന് അപേക്ഷകൻ തന്നെ 200 രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു കരാറ് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം സമർപ്പിക്കപ്പെടുന്ന മറ്റ് രേഖകൾ, അതായത് അതിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് സ്ഥാപിക്കുന്നതെങ്കിൽ അവരിൽ നിന്നുള്ള കരാറിന്റെ തെളിവും അതോടൊപ്പം ഏത് തരത്തിലുള്ള മാറ്ററാണ് ഈ ഫ്ലക്സിൽ പ്രദർശിപ്പിക്കുന്നതെന്നുള്ള അതിന്റെ പകർപ്പ് ഉൾപ്പെടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് അപേക്ഷ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷകന് തദ്ദേശ ഭരണ സ്ഥാപനം അത് പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് ലൈസൻസ് സ്ഥാപിക്കുന്നതിന് നൽകേണ്ടതാണ്. അങ്ങനെ നൽകുന്ന ലൈസൻസിന്റെ നമ്പരും ഡീറ്റെയിൽസും ഈ പറയുന്ന ഹോർഡിംഗ്സിന്റെ താഴെ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇതാണ് നിലവിൽ സർക്കാരിൽ നിന്നും പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശം. ഇതിനെ സംബന്ധിച്ച് 2023 ശേഷം 2-3 സർക്കുലറുകൾ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ചുമതലയുണ്ടെന്നും അത് സെക്രട്ടറിമാർ നിർവഹിക്കേണ്ടതാണെന്നും അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ അതിന് ഏത് സ്ഥാപനമാണോ സ്ഥാപിച്ചിട്ടുള്ളത് അവരിൽ നിന്നും 5000 രൂപ അതിന് പിഴയും അതോടൊപ്പം തന്നെ ഇത് നീക്കം ചെയ്യുന്നതിനുള്ള ചെലവും കൂടാതെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കാമെന്നും വ്യക്തമാക്കിക്കൊണ്ട് പിന്നീട് സർക്കുലറുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് ഇല്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാവിധ പരസ്യ ബോർഡുകളും ഹോർഡിംഗ്സുകളും എല്ലാം 2024 ഡിസംബർ മാസം 4-ാം തീയതിക്ക് ശേഷം 14-ാം തീയതിക്കുള്ളിൽ നീക്കം ചെയ്യണമെന്നാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ ഭരണ വകുപ്പിൽ നിന്നും അതൊന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ഒരു സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മുടെ നിരത്തുകളിൽ ഇത്തരം പരസ്യപ്പലകകൾ ജീർണിച്ചതും അരോചകവും ആയിത്തീരുന്നതിന് പകരം അത് സ്ഥാപിക്കുന്നവർ തന്നെ അതിന്റെ പരിപാലനവും സമയം കഴിഞ്ഞാൽ എടുത്തുമാറ്റാനുള്ള ഉത്തരവാദിത്തവും കാണിക്കണം. സാമൂഹിക നിരീക്ഷകൻ NM പിയേഴ്സൺ. പരസ്യം പ്രത്യക്ഷപ്പെടുന്ന സമയത്തൊക്കെ വളരെ മനോഹരവും സുന്ദരമൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ ഇരുന്ന് പഴകി ജീർണിച്ച് വൃത്തികേടായി അങ്ങനെ വൃത്തികേടിന്റെ ഒരു തോരണമായിട്ട് ഇതൊക്കെ മാറിക്കഴിഞ്ഞു. ഇതൊക്കെ കൊണ്ടായിരിക്കണം കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും അങ്ങനെ വൃത്തികെട്ട തോരണങ്ങളായി മാറിയ പരസ്യ പലകകളും ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ അടിയന്തരമായിട്ട് ഈ വഴിയോരങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കർശനമായ രീതിയിലുള്ള നിർദ്ദേശമാണ് കോടതി കൊടുത്തത്. പഞ്ചായത്തും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. അപ്പോൾ ഓരോ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിമാര് അവരുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണത്. ഇടയ്ക്ക് വലിയ നോട്ടീസുകളൊക്കെ അവർ കൊടുക്കാറുണ്ട് പലർക്കും. 5000 രൂപ പിഴയിടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഗൗരവമായിട്ട് മുനിസിപ്പാലിറ്റിയിലാണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ടീമിനെ കൊണ്ടുപോയി ഈ സാധനമൊക്കെ പറക്കി മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. അവർക്ക് ഇതിനേക്കാളൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പരസ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് വികൃതവും ജീർണിച്ചതും മനുഷ്യർക്ക് അരോചകവും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായിട്ട് മാറുന്നതിന് പകരം അത് ആകർഷകമായി മാറിത്തീരാവുന്ന രീതിയിൽ ചെയ്യുകയും അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ അതാത് ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള സെക്രട്ടറിമാർ നിശ്ചയിക്കുകയും അവിടെ ഈ പരസ്യങ്ങൾ വെക്കുകയും അതിന്റെ സമയം കഴിയുന്ന സമയത്ത് പരസ്യം വെച്ച ആളുകൾ അത് എടുത്തുകൊണ്ട് പോവുകയും പുതിയ പരസ്യം വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് വളരെ മെച്ചപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മെട്രോ പോലെയുള്ള സംവിധാനങ്ങളിൽ അവർ പരസ്യത്തിന് വേണ്ടിയിട്ട് സ്പേസ് കൊടുക്കുന്നുണ്ട്. അതിന് നല്ല പൈസയും ഈടാക്കുന്നുണ്ട്. കൊച്ചി മെട്രോ അതിന്റെ തൂണുകളും അതേപോലെ തന്നെ മറ്റേ സ്പേസുകളൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുമ്പോൾ അതിനൊരു ക്രമമുണ്ടാവും. ആ ക്രമം ഹൈക്കോടതി ഉദ്ദേശിക്കുന്നത് പോലെ നല്ല രീതിയിലായി തീരുകയും പ്രശ്നപരിഹാരം രൂപപ്പെടുകയും ചെയ്യും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് വേണ്ടി വരാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഉത്തരവാദിത്തമില്ലാത്ത അലസ സമൂഹമായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങളും ഇതിനകത്ത് ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ഉണ്ട്. പല കാര്യങ്ങളും ജനങ്ങൾ വെറുതെ കാഴ്ചക്കാരായി നിൽക്കുകയും പരാതിക്കാരായി മാറുകയും ചെയ്യുന്നതാണ്. അങ്ങനെ കാഴ്ചക്കാരും പരാതിക്കാരും മാത്രമായിട്ട് അവർ മാറരുത്. അവരും ഈ കാര്യങ്ങളിൽ ഇടപെട്ട് ഇത് ശരിയായിട്ടുള്ള രീതിയിൽ പരിഹരിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് പൊതുവെ നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുക. നമ്മുടെ നിരത്തുകളിൽ രാത്രികാലങ്ങളിൽ നടത്താറുള്ള വാഹന പരിശോധന കുറച്ചു കാലമായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങളും ഏറി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ഇക്കഴിഞ്ഞ ദിവസം മുതൽ രാത്രികാല വാഹന പരിശോധന ആരംഭിച്ചിരിക്കുന്നു. കോഴിക്കോട് RTO PA നസീർ. കോഴിക്കോട് സിറ്റിയിൽ പ്രത്യേകിച്ച് ബീച്ച് റോഡുകളിലും ബൈപ്പാസുകളിലും രാത്രികാലങ്ങളിൽ ബൈക്കിന്റെ സ്റ്റണ്ടിങ്, അതുപോലെ തന്നെ റേസിംഗ്, അതുപോലെ അഭ്യാസ പ്രകടനങ്ങൾ, അമിത ശബ്ദത്തോടുകൂടി സൈലൻസർ ഫിറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക, അത് കാറുകളുണ്ടാവും, മോട്ടോർ സൈക്കിളുണ്ടാവും. അങ്ങനെ നിരവധി പരാതികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ രാത്രികാല പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ്
എൻഫോഴ്സ്മെന്റ് വിഭാഗവും RTO ഉദ്യോഗസ്ഥരും കൂടാതെ പോലീസും സംയുക്തമായി നടത്തിയ വാഹന പരിശോധനയിൽ ഏകദേശം 840ഓളം കേസ് പിടിക്കുകയും 19,33,000 രൂപ കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. മഴയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള റേസിംഗ് വൻ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഗമനത്തിലെത്തിയതിനാൽ വരും ദിവസങ്ങളിലും ഇതുപോലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പ്രത്യേക വാഹന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.